കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ മൂന്നാമത്തെ ഫ്രീ ക്ലാസ്സാണ് ഇന്നത്തെ ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾക്ക് നെക്കിൻ്റെ പീസ് എടുക്കുന്നതാണ് കാണിക്കുന്നത്. കഫ്താൻ മാക്സിൻ്റെ നെക്കിലേക്ക് ഒരു പീസ് എടുക്കാനുണ്ട്. ഫ്രണ്ടും ബാക്കും ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ആ പീസ് എടുക്കാൻ നമ്മൾ നമ്മുടെ കഫ്താൻ മാക്സിയുടെ തുണിയുടെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ പീസ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിലേക്ക് വൈറ്റായിട്ട് ഓപ്പോസിറ്റ് കളറായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ നൈറ്റി പീസിനെ മടക്കിയിട്ട് നെക്കിൻ്റെ ഭാഗം മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് കറക്റ്റ് അളവിൽ മടക്കിയിട്ട് വെക്കണം. നൈറ്റിയുടെ പീസ് മടക്കിയിട്ടാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന എക്സ്ട്രാ പീസ് ഉണ്ടല്ലേ നെക്കിലേക്ക്, അത് ഓപ്പണായിട്ട് വേണം. ഓപ്പണായിട്ട് നമുക്ക് ഇതുപോലെ മാർക്കിംഗ് എടുക്കാനാണ്. അപ്പോൾ ഈ ലെന്തിൻ്റെ ഈ നെക്കിൻ്റെ ഈ സൈഡിൻ്റെ ലെന്ത് കട്ടിങ് ചെയ്ത നെക്കിൻ്റെ താഴേക്ക് ഈ അളവ് ഒരു 3.5 ഇഞ്ച് മതിയാവും. 3.5 ഇഞ്ച് ലെന്ത്, 3.5 ഇഞ്ച് അല്ലെങ്കിൽ അതിനേക്കാൾ കുറവും എടുക്കാം, ചെറുതായിട്ടും കൊടുക്കാം പറ്റ പോലെ. ഞാൻ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ച് രണ്ട് സൈഡ് 3.5 ഇഞ്ച് താഴെയും മുകളിലും, പിന്നെ സൈഡിലും 3.5 ഇഞ്ച് തന്നെ ഉണ്ടായാൽ നന്നായിട്ട് ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ 3.5 ഇഞ്ച് സൈഡിൽ, 3.5 ഇഞ്ച് താഴെ, 3.5 ഇഞ്ച് മുകളിൽ എങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ശേഷം നമ്മൾ ഈ റൗണ്ട് ഒന്ന് വരച്ചെടുക്കണം. റൗണ്ട് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചെടുത്ത ശേഷം നൈറ്റി പീസിനെ ഓപ്പണായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തു. ഇനി ഞങ്ങൾ ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡറിൻ്റെ കട്ട് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ മാർക്കിലേക്ക് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാം. കറക്റ്റ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് ഇതുപോലെ വെച്ച് ബീഡ്സ് പിന്ന് കുത്തി കൊടുക്കാം. ഞാനിപ്പോൾ കുത്തി കൊടുത്തിട്ടില്ല, നിങ്ങൾ ബീഡ്സ് പിന്ന് കുത്തി കൊടുക്കാം. കുറച്ച് നിങ്ങൾ ഓപ്പോസിറ്റായിട്ടുള്ള കളർ എടുത്തത്, ഞാൻ കുറച്ച് ഇത് സെയിം പീസാണ്, ക്രേപ്പ് തന്നെയാണ് എടുത്തത്. നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ ഫസ്റ്റ് തയ്ക്കുന്നവരാണെങ്കിൽ അവർ എന്ത് ചെയ്യണം, കുറച്ച് കട്ടിയുള്ള പീസാണ് എടുക്കേണ്ടത്. അപ്പോൾ കട്ടിയുള്ള പീസാണെങ്കിൽ നന്നായിട്ട് വരും. ഇനി ഇത് ഈ സൈഡും ഷോൾഡർ മാർക്കിങ് ചെയ്ത് വരച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ തുണിയിലേക്ക് നമ്മൾ ഒരു അളവ് മാർക്ക് ചെയ്യുക. 3.5 ഇഞ്ച് നമ്മൾ അളവിന് നോക്കിയത്. ആ 3.5 ഇഞ്ച് നമ്മുടെ റൗണ്ടിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നെക്കിൻ്റെ റൗണ്ട്, അവിടെ 4 സൈഡും 3.5 ഇഞ്ച് തന്നെ വരുന്ന പോലെ മാർക്ക് ചെയ്തിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ആ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്യാൻ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് പീസ് മാറ്റി വെക്കുന്നത്. നാല് സൈഡും 4 മടക്ക് കറക്റ്റ് ലെവലായിട്ട് സ്ക്വയർ മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അതിനെ മടക്കിയിട്ട് എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് മടക്കിയിട്ട് എടുക്കാം. കറക്റ്റ് ലെവൽ മടക്കണം. നമ്മുടെ നെക്കിൻ്റെ ആ ലെവലുണ്ടല്ലേ, അത് ഒരേ സൈഡ് ബാക്കും ഫ്രണ്ടും രണ്ട് സൈഡ്, അടിഭാഗം മുകൾ ഭാഗം ഒരേപോലെ വേണം. വരച്ചത് ആ ഡിസൈൻ വരച്ചത് ഒരേപോലെ വേണം നെക്ക് ഡിസൈന്. പിന്നെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് അളവ് നോക്കണം. 3.5 ഇഞ്ച് നെക്കിൻ്റെ വീതി നമ്മൾ എത്രയാണ് മാക്സിയിൽ എടുത്തത് അതേ നെക്കിൻ്റെ വീതിയാണ് നമ്മൾ ഈ തുണിയിലും എടുക്കുന്നത്. നെക്കിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ വരച്ചു കൊടുത്തിട്ട്, അതേ വരയിൽ വരച്ചു കൊടുത്ത് പിന്നെ നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യണം. നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ 3.5 ഇഞ്ചിൻ്റെ മാർക്ക് കൊടുക്കുന്നത് കട്ട് ചെയ്യാൻ. ഇനി രണ്ട് സൈഡും സെയിം ആയിട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് കറക്റ്റ് ലെവൽ വെച്ച് അതിലേക്ക് സെൻറ്ററായിട്ടൊരു ലൈന് വരച്ചു കൊടുക്കണം. പറഞ്ഞാൽ നമ്മൾ കഫ്താൻ മാക്സിയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാനാണ്. അതിൻ്റെ ശേഷം ഈ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. റൗണ്ട് ഷേപ്പ് കർവ് സ്കെയിലെടുത്ത് നമ്മൾ 3.5 ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ, അതിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം കർവ് സ്കെയിൽ പിടിച്ച്.
ഇതുപോലെ എന്താ ഷേപ്പിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. റൗണ്ട് ഷേപ്പ് അല്ലെങ്കിലും സ്ക്വയർ ആയിട്ടും കൊടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ടും കൊടുക്കാം. ഡയമണ്ട് പോലെ ഷേപ്പിലും കൊടുക്കാം. ഇതുപോലെ വരയ്ക്കുമ്പോൾ ബാക്കിൽ സ്ക്വയർ. ഇനി ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തു. ഇത് നിങ്ങൾക്കൊരു വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റൗണ്ട് മാർക്ക് ചെയ്തു. എന്ത് ചെയ്യുക, ഇതിൻ്റെ സെൻറ്റർ പോർഷന് ഞങ്ങൾ ഇതിലേക്കൊരു നല്ലോണം ഇസ്ത്രിയിട്ട് കൊടുത്ത് ഇങ്ങനെ വെച്ചാലും ഓക്കെയാണ്. അല്ലെങ്കിൽ ഈ മാർക്കിങ് ചോക്കിൽ ഇതുപോലെ മാർക്കായിട്ട് ലൈന് വരച്ചു കൊടുത്താലും നല്ലതാണ്. അതിന് നമുക്ക് സെൻറ്ററായിട്ടുള്ളൊരു ലൈന് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. മടക്കിയിട്ട് ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല വശത്തിൽ നിന്ന് ചീത്ത വശത്തിലേക്ക് മടക്കി കൊടുക്കാൻ, ചീത്ത വശത്തിൽ നിന്ന് നല്ല വശത്തിലേക്ക് ഈ ഡിസൈന് പോലെ കണ്ടിട്ട് മടക്കി കൊടുക്കാനാണ് ഇതുപോലെ സൈഡിൽ അടിച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മടക്കിയിട്ട് അടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങൾ ഇതൊന്ന് സൈഡൊന്ന് കറക്റ്റായിട്ട് അടിച്ചു കൊടുത്ത് പിന്നെ ഞങ്ങൾ നെക്കിലേക്ക് ചെയ്യാം. അതിന് ശേഷം ഞങ്ങൾ ഇത് നെക്കിൻ്റെ പീസ് എടുത്തോ. ഇനി ഞങ്ങൾ എടുക്കാനുള്ളത് പട്ടയാണ്. ഫ്രണ്ടും ബാക്കും ഉള്ളിലേക്ക് വെക്കാനുള്ള ഒരു പട്ടയിലേക്ക് ഒരു വെക്കാനുള്ള പീസ് എടുക്കുന്നതാണ്. അത് 2.5 ഇഞ്ച് ലെന്തും, ലെന്ത് 2.5 ഇഞ്ചാണ്. വീതി 22 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 24 ഇഞ്ചാണ്. 24 ഇഞ്ചിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇവിടെയും 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 2 പീസ് വേണം നമുക്ക്. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് ഈസി വേ ആണ് നമുക്ക് കട്ടിങ് ചെയ്യാനുള്ളത്. ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇവിടെ കട്ട് കൊടുക്കാം. ഫസ്റ്റ് ലൈന് നമ്മുടെ ഫസ്റ്റ് പീസ് ലെവലുണ്ടായാൽ രണ്ടാമത് ഇങ്ങനെ മടക്കി കൊടുത്താൽ അതേ അളവിൽ ഞങ്ങൾക്ക് കട്ടിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ളിൻ്റെത് പുറത്ത് കാണുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നതാണ്. പോലെ മടക്കി കൊടുത്ത് ഞങ്ങൾ കട്ട് ചെയ്തു. ഇനി ഇതിനെ രണ്ടാക്കി എടുക്കാൻ ഇതിൻ്റെ ഉള്ളിൽ കത്രിക വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പോകാം. ഈ ലൈൻ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനുള്ളൊരു മെത്തഡാണിത്. ഇനി നമുക്ക് കയറെടുക്കാറുണ്ട്. കയറെന്ന് പറയുമ്പോൾ ഫ്രണ്ടിലേക്ക് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ആ കയർ നമ്മൾ 44 ഇഞ്ചിൻ്റെ ലെന്തുള്ള കയറെടുക്കണം. അപ്പോൾ ഇതിൽ ഉള്ളത് 26 ഇഞ്ചും നമ്മൾ പുറത്ത് കാണാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കയറ് ഇതാണ്. നമ്മുടെ ഈ കഫ്താനിൻ്റെ പീസിൻ്റെ കളറാണ്. അപ്പോൾ ഇതും ഒന്നിച്ചിട്ട് 44 ആയിട്ട് എടുക്കുന്നതാണ്. ഇത് 26 ഇഞ്ചുണ്ട്. ഇത് 41 ഉണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിലേക്ക് 2 ഉള്ളിലേക്ക് കൂട്ടി കൊടുക്കാൻ ഉണ്ടായാൽ മതി നമുക്ക്. അപ്പോൾ ഇത് 41 ഉണ്ട് ഈ തുണി. ഇതിലേക്ക് കൂട്ടിയിട്ട് ഒരു 10 ഇഞ്ചിൻ്റെ എക്സ്ട്രാ ആയിട്ട് ഞാൻ പീസ് കട്ട് ചെയ്ത് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കും. അപ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് സെൻറ്ററിലേക്ക് എടുക്കാൻ കറക്റ്റായിട്ട് വരും. 2 ഇഞ്ചിൻ്റെ പീസ് മതിയാവും കയറെടുക്കാൻ. ഇതുപോലെ ഇത് ജോയിൻ ചെയ്തെടുക്കും. സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്കിൻ്റെ പീസിൻ്റെ സൈഡാണ് ഇത്. സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു മടക്കാണ് ഞങ്ങൾ അടിക്കേണ്ടത്. ഒരു മടക്കിലേക്ക് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
ഫുൾ റൗണ്ട് ഒരേ മടക്കിൽ സൈഡിലേക്കാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഫുൾ റൗണ്ട് അടിച്ചെടുക്കാം. ഫുള്ളായിട്ട് ഫുൾ റൗണ്ട് ഇതൊന്ന് അടിച്ചു. ഇനി ഞങ്ങൾ നല്ല വശം എങ്ങനെയുണ്ട്, ചീത്ത വശം എവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ല വശം ഇതേപോലെ മുകളിൽ തന്നെ ഉണ്ടാകട്ടെ. ഞങ്ങൾ ഇനി തുണി മെയിൻ കഫ്താൻ പീസ് എടുക്കാം. ഇതുപോലെ കഫ്താൻ പീസ് എടുത്ത് ബാക്ക് പോർഷൻ മുകളിലും ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ താഴെ ഞങ്ങൾ എങ്ങനെ വെച്ചിട്ടുണ്ട് അതേപോലെ ഈ പീസൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മുടെ മാർക്കിങ്ങിലേക്ക് തന്നെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് പിൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. റൗണ്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിലേക്ക് പിൻ ചെയ്ത് കൊടുക്കുക. ബീഡ് പിന്ന് കുത്തി കൊടുക്കുക. ഇതുപോലെ ബീഡ് പിന്ന് കുത്തി കൊടുത്തു. ഇങ്ങനെ കുത്തി കൊടുത്തു. ഈ ബീഡ് പിന്ന് കുത്തി കൊടുത്ത് ഇതിലേക്ക് ഞങ്ങൾ ഇപ്പോൾ നമ്മുടെ കഫ്താനിൻ്റെ നൈറ്റി പീസ് എൻ്റെ നല്ല വശം മുകളിലുണ്ട്. അതേപോലെ നമ്മുടെ ഉള്ളിൻ്റെ ഈ പീസിൻ്റെ നല്ല വശം മുകളിൽ തന്നെ ഉണ്ട്. ഒരേപോലെ വെച്ച് എന്ത് ചെയ്യാം, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതിന് ഈ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബേസിക് പോലും അറിയാത്തവർക്ക് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കോഴ്സാണ് നമ്മുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ കോഴ്സ്. അപ്പോൾ കുറേ സ്റ്റുഡൻസ് പഠിച്ച് കഴിഞ്ഞു. എല്ലാ ഇൻട്രസ്റ്റ് ഉള്ളവർ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കേണ്ട. എല്ലാവർക്കും പഠിക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഈസി വേ ആണ് നമ്മൾ ഈ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരുന്നത്. അതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഫുൾ റൗണ്ട് ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ഫുൾ റൗണ്ട് അടിച്ചു. ഈ ബീഡ്സൊക്കെ ഊരിയെടുത്ത് ഈ റൗണ്ടൊന്ന് നെക്കിൻ്റെ ഈ പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുൾ റൗണ്ട് കട്ട് ചെയ്യാം. ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം. ഫുൾ റൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒരു ക്രോസായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരണം. അല്ലെങ്കിൽ അത് ഷേപ്പ് നന്നായിട്ട് വരില്ല. ഇനി ഞങ്ങൾ ഇതിൻ്റെ നല്ല വശത്തിലേക്ക് തിരിച്ചെടുത്ത് സൈഡിലേക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സൈഡിലേക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നെക്കിൻ്റെ. ഇതുപോലെയാണ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നല്ല വശത്തിലേക്ക് നമ്മൾ ഈ വൈറ്റ് പീസ് തിരിച്ചെടുത്ത് നെക്കിൻ്റെ ആ സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഇതുപോലെയാണ് ഫുൾ റൗണ്ട് അടിച്ചെടുക്കുന്നത്. ഇങ്ങനെ അടിച്ചെടുത്ത ശേഷം നമ്മൾ ഈ പാർട്ടുണ്ടല്ലേ,
ഇത് ഇവിടേക്ക് ഞങ്ങൾ ഇതുപോലെ പിടിച്ച് ഒരേ ലെവലായിട്ട് ഈ സൈഡിലേക്ക് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അതേ അളവിലിങ്ങനെ മടക്കിയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ഫോൾഡ് മടക്കിയിട്ടാണ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ബീഡ്സ് പിന്ന് കുത്തി കൊടുത്തിട്ടും എടുക്കാം. ഇതുപോലെ ബീഡ് പിന്ന് ഇങ്ങനെ കുത്തി കൊടുത്ത് സൈഡിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം. ബീഡ് പിന്നെ ഊരിയെടുക്കാം, പിന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫിനിഷിങ് ചെയ്യാം. സൈഡൊക്കെ അടിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാൻവാസ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ച് കട്ടിയുള്ള പീസ് എടുക്കണം. കുറച്ച് കട്ടി കുറഞ്ഞ പീസ് എടുത്താൽ അത്ര കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ ഞങ്ങൾ നെക്കിൻ്റെത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യാം, ഒരേ ലെവൽ വെച്ച് താഴെ നിന്ന് മുകളിൻ്റെ സൈഡ് മടക്ക് ഒരേ ലെവൽ വെച്ച് ഞങ്ങൾക്ക് ഈ സൈഡ് ഷേപ്പ് കൊടുക്കാനുണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ ഉള്ളിലേക്ക് പട്ട വെച്ച് കൊടുക്കാനുണ്ട്. ആ പട്ട ഒന്ന് വെച്ച് കൊടുക്കാം. പട്ടത്തിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ ലെവലിൽ തന്നെ ഞങ്ങൾ ഫുള്ള് ലൈന് വരച്ച് കൊടുക്കണം. ആ ഫുള്ള് ലൈന് വരച്ച് കൊടുത്ത ശേഷം ഞങ്ങൾ പട്ട വെച്ച് കൊടുക്കാം. ഈ ലൈന് ഫുള്ളായിട്ട് വരച്ചിട്ടുണ്ട്. പറഞ്ഞാൽ ഇവർ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് 2 സൈഡും മാർക്കിംഗ് ഉണ്ട്. ഈ മാർക്ക് വരെ ഞങ്ങൾ പട്ട വെച്ച് കൊടുക്കുന്നതാണ്. ഈ പട്ടത്തിൻ്റെ സൈഡ് മടക്കിയിട്ട് 2 ഫോൾഡാക്കി മടക്കി കൊടുക്കണം. അതേപോലെ 2 സൈഡും ഇതും 2 പട്ടയുടെയും സെയിം ആയിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ തുണിയിലേക്ക് വെക്കുമ്പോൾ ഒരു സൈഡ് ഒരു മടക്കിയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഈ മാർക്കിൽ നിന്ന് ഇവിടെ മാർക്കിടല്ലേ, ഈ മാർക്കിൽ നിന്ന് തുടങ്ങണം. ഇവിടെ ഓപ്പണാണ്. ഈ 2 സൈഡ് മാത്രം ഇതുപോലെ മടക്കിയിട്ട് ഞങ്ങൾ അടിക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ഫുള്ളായിട്ട് അടിച്ചെടുക്കണം. ഇവിടെ അടിക്കാൻ പാടില്ല. ലൈനിൽ തന്നെ ഇങ്ങനെ സ്റ്റാർട്ടിങ് ഇവിടെ അടിച്ചുകൊണ്ട് വരാം. ഈ ലൈന് ലൈനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം. ഇതുപോലെ 2 സൈഡും അടിക്കാം. ഒരു സൈഡ് ഫിനിഷായി. ഇനി മറ്റൊരു സൈഡ് അടിച്ചെടുക്കണം. ഒരു മടക്ക് ഇതുപോലെ മടക്കിയിട്ട് ആ ലൈനിൽ തന്നെ വെച്ച് കൊടുക്കാം. മടക്ക് സൈഡ് മടക്കിയിട്ടാണ് ആ ലൈനിൽ വെച്ച് കൊടുക്കേണ്ടത്. ലെവലായിട്ട് ഒരേ ലെവലിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം. സൈഡിൽ സ്റ്റിച്ച് വരണം. ഇപ്പോൾ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹോള് വേണം. ഹോള് ഓപ്പണാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സെൻറ്ററായിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ലൈനായിട്ട് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. 6 ഇഞ്ചിൽ 2 സൈഡും 1 ഇഞ്ചിൻ്റെ മാർക്കാണ്, 3/4 ഇഞ്ചിൻ്റെ മാർക്കാണ്. 3/4 ഇഞ്ചിൻ്റെ മാർക്ക് സെൻറ്ററായിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ മാർക്കിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഹോള് വരണം. അത് ഹോള് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതല്ല, ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ചെറുതായിട്ടൊരു ഹോള് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൽ നിന്ന് ഞങ്ങൾ തുണി പുറത്തെടുക്കുന്നത്, നൂല് കയറ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഞങ്ങൾക്ക് തുണി വെച്ചിട്ടും ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്താൽ ഫിനിഷിംഗ് ആയിട്ട് വരും. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ചെറുതായിട്ടൊരു
തുണി വെച്ച് നല്ല വശത്തിൽ വെച്ച് ചീത്ത വശത്തിലേക്ക് എടുക്കണം. അതെങ്ങനെ എടുക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ കാണിക്കും. ഇതിപ്പോൾ ബാക്കിൻ്റെ പട്ട ഉള്ളിൽ വെച്ചത് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൻ്റെതാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. ഇതുപോലെ ഒരു ചെറിയ ഒരു സ്ക്വയറായിട്ട് ഒരു 1.5 ഇഞ്ചിൻ്റെ സ്ക്വയർ പീസ് എടുത്ത് ഇവിടെ ഞങ്ങൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ അവിടേക്ക് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരു ചെറുതായിട്ടൊരു ലൈന് വരയ്ക്കുക. നല്ല വശത്തിലാണ് വെക്കേണ്ടത്. ഈ ലൈന് വരച്ചിട്ട് ഈ ലൈനിൻ്റെ ചുറ്റുഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊരു ഹോള് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റൗണ്ടായിട്ടാണ് നമുക്ക് ആ ഹോള് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഞങ്ങൾ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ ഇതിനെ ചീത്ത വശത്തിലേക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത പീസിനെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹോളായി നമുക്കിങ്ങനെ ഹോള് കിട്ടി, ഓപ്പണായിട്ടൊരു ഹോള് കിട്ടി. അപ്പോൾ ഇതുപോലെ ഹോളായിട്ട് വരും. ഇതുപോലെ ഹോളായിട്ട് വരും. ഇങ്ങനെ ഹോളായിട്ട് വരും. ഇപ്പോൾ കൈ കാണുന്നുണ്ട്, എൻ്റെ വിരൽ കാണുന്നുണ്ട്, ഇതുപോലെ ഹോളുണ്ടാവും. ഇനി ഇതിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഹോളിൻ്റെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ പട്ട വെച്ച് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാൻ പാടില്ല. ഇവിടെ പകുതി വെച്ച് നമ്മൾ 22 ആണെങ്കിൽ എടുക്കുന്നതാണെങ്കിൽ 24 എടുത്തതാണെങ്കിൽ അതിൻ്റെ പകുതിയാക്കണം. 12 ഇഞ്ചിൻ്റെ പറ്റ ഈ സൈഡ് കൊടുക്കണം, 12 ഇഞ്ചിൻ്റെ പറ്റ ഈ സൈഡ് കൊടുക്കുക. ഈ സെൻറ്ററായിട്ടുള്ളത് നമുക്ക് ഹോള് വരും. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇവിടെ എന്ത് ചെയ്യും, ഹോള് കയറ് എടുക്കാൻ ഇവിടെ ഹോള് ഓപ്പൺ ഉണ്ടാവും. ഈ ഓപ്പൺ ഇതുപോലെ തന്നെ ഉണ്ടാവട്ടെ. ഞങ്ങളിവിടെ മടക്കി കൊടുക്കണം 2 സൈഡും. ഇവിടെ എങ്ങനെ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇവിടെയും ഓപ്പൺ വെച്ച് കൊടുക്കാം. സെൻറ്റർ പോർഷന് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നല്ല വശത്തിൽ നിന്ന് ചീത്ത വശത്തിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 4 ഫുൾ റൗണ്ടായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെയാണ് ഓപ്പണായിട്ട് വരുന്നത്. ഹോള് ഇതുപോലെയാണ് വരുന്നത്. ഇനി ഞങ്ങൾ ഇതിനെ ജോയിൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നെക്കിൻ്റെതും ഒക്കെ നെക്കിൻ്റെ ഇവിടെയാണ് നെക്കിൻ്റെ മാർക്ക്. നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ഇവിടെ നിന്ന് പിടിച്ച് മറ്റൊരു സൈഡ് നെക്ക് ഇതുപോലെ പിടിച്ച് ഞങ്ങൾ മടക്കി കൊടുക്കണം. ജോയിൻറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ നമുക്ക് ഈ മാർക്ക് ഉണ്ടല്ലേ, ഈ മാർക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇവിടെ താഴെ നിന്ന് മുകളിലേക്കാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരേപോലെ വെക്കണം. ബാക്കും ഫ്രണ്ടും ഒരേ ഇതിൽ വെച്ച് കൊടുക്കാം. നമ്മൾ എത്രയാണ് മാർക്കിട്ട് കൊടുത്തത് അതേ മാർക്കിങ്ങിലാണ് ഞങ്ങൾ സ്റ്റിച്ചിങ്ങും ചെയ്ത് കൊടുക്കേണ്ടത്. ആ ലൈനിൽ തന്നെ ഞങ്ങൾ ഈ ലൈൻ ഇതുപോലെ ഇട്ട് കൊടുത്താൽ ആ ലൈനിൽ തന്നെ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും.
ഇവിടെ കട്ട് ചെയ്തെടുക്കണം. മറ്റൊരു സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഞങ്ങൾ താഴെ 2 സൈഡ് അടിച്ചു. ഇനി ഞങ്ങൾ താഴെ മടക്കി അടിക്കുന്നതാണ്. ഇവിടെ മടക്കി അടിക്കണം. മടക്കി അടിക്കാൻ 1 ഇഞ്ചാണ് ഞങ്ങൾ കൊടുത്തത്. 1 ഇഞ്ചിൻ്റെ അളവിൽ ഇതുപോലെ മടക്കി അടിക്കാം. സൈഡ് ഒരു മടക്ക് 1/2 ഇഞ്ചും മറ്റൊരു മടക്ക് 1/2 ഇഞ്ചായിട്ട് താഴെ മടക്കി അടിക്കാം. ഫ്രണ്ടും ബാക്കും മടക്കി അടിക്കണം. ഇതുപോലെ അടിച്ചെടുത്തു. ഇത് ഫിനിഷായി. ഇനി ഞങ്ങൾ ഇതിലേക്ക് നാട ഇട്ട് കൊടുക്കണം, കയറിട്ട് കൊടുക്കണം. കയർ സ്റ്റിച്ച് ചെയ്യാം. ഈ പീസിൻ്റെ ഈ ഉള്ള പീസ് സെൻറ്ററായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ നല്ല വശത്തിലേക്ക്, അടിയിൽ നല്ല വശം, മുകളിൽ ചീത്ത വശമാണ്. ഇതുപോലെ വൈറ്റ് പീസ് ഉള്ളിലേക്ക് വരുന്ന ഈ വൈറ്റ് പീസൊന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഒരു സൈഡ് ജോയിൻ ചെയ്തു. ഇനി മറ്റൊരു സൈഡ് മറ്റൊരു പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനെ കയറ് പോലെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. കയറ് പോലെ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഒരു മടക്ക് ഇങ്ങോട്ടേക്കും മറ്റൊരു മടക്ക് ഇങ്ങോട്ടേക്കും, രണ്ടും മടക്ക് 2 സൈഡും മടക്കി പിന്നെ അതിനെ ഒന്നിച്ചിട്ട് മടക്കിയെടുത്തു. ഒന്ന് ഇങ്ങനെ മറ്റൊന്ന് ഇങ്ങനെ, ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഫുള്ളായിട്ട് ഇതേപോലെ അടിച്ചെടുക്കാം. കയറ് റെഡിയായി. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കാണിക്കാം. ഈ സാരിയിലേക്ക് കുത്തുന്ന ഈ പിന്നുണ്ടല്ലേ, ഈ പിന്ന് ഇതിലേക്കൊന്ന് കുത്തി കൊടുക്കുക. സെൻറ്റർ ഹോളുണ്ടല്ലേ, ഈ സെൻറ്റർ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനെ ഞങ്ങൾ നല്ല വശത്തിൽ നിന്ന് ചീത്ത വശത്തിലേക്ക് എടുക്കാം. ഇതുപോലെ ഇത് എടുത്ത് ഹോളിൽ നിന്നെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇവിടെ പുറത്ത് വരും, ഇവിടെ പുറത്ത് വരും. ഇതിങ്ങനെ പുറത്തെടുത്തു. മറ്റൊരു സൈഡ് ഉണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് എടുത്ത് ബാക്കിൻ്റെ ഫുള്ളെടുത്ത് ഇതേപോലെ ഓപ്പൺ ഉണ്ടല്ലേ മറ്റൊരു സൈഡ്, അവിടേക്ക് പുറത്തെടുക്കാം. പുറത്തെടുത്തു. ഇനി അതേപോലെ ഫ്രണ്ടിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക്, ഫ്രണ്ടിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക്, ഇത് പുറത്തെടുത്തു ഫ്രണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. ഇവിടെ നിന്ന് പുറത്തെടുക്കാം. ഇപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഈ ലുക്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ നാടയുണ്ട്, ഈ നാട ഞങ്ങൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വലിച്ചിട്ടണം. ഇങ്ങനെ വലിച്ചപ്പോൾ നമുക്ക് വരുന്ന ഷേപ്പിൽ ഇതുപോലെ, ബാക്കിൽ ഇതുപോലെ വരും, ഇങ്ങനെ വരും. ഫ്രണ്ടിൽ ഇതുപോലെയാണ് വരുന്നത്. ഇതിങ്ങനെ കെട്ടിയിട്ട് നമുക്ക് കഫ്താൻ മാക്സി റെഡിയായി. ഇതുപോലെ വരും. ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ കാണാം.